ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കണ്ടായിരുന്നില്ല. കാരണം ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, അത് ക്യാൻസൽ ചെയ്യും, പിന്നെയും പ്ലാൻ ചെയ്യും, ക്യാൻസൽ ചെയ്യും. അപ്പോൾ എന്തെന്നെ ആയാലും ഈ ആഴ്ച നമ്മളൊന്ന് കൂടാമെന്ന് വിചാരിച്ചിട്ട് ഷാർജയിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ല, നമ്മുടെ കൂടപ്പിറപ്പുള്ള പോലെയാണ്. കാരണം നാട്ടിലെ വീടിൻ്റെ തൊട്ടടുത്ത് ചെറുപ്പം തൊട്ട് കളിച്ചു വളർന്നിട്ടുള്ള പിള്ളേരാണ്. അവരിവിടെ കൂടുമ്പോഴുള്ള ഒരു ഫീല് നമുക്കറിയാലോ. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരോരോരുത്തരെ കണ്ടു. പിന്നെ ഇതെങ്ങനെ സ്പെഷ്യലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എപ്പോഴും കൂടാറില്ല, നമ്മൾ മാസത്തിലൊരിക്കൽ എപ്പോഴേലൊക്കെ കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ വേറെ തന്നെയാണ്. പിന്നെ ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോൾ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം സെറ്റാക്കി ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കൊടുത്തു വെച്ചു. പിന്നെ ഒരുപാട് ഫ്രണ്ട്സോടെ ഉണ്ടെങ്കിലും എല്ലാവർക്കും എത്താൻ പറ്റിയിട്ടില്ല, കുറച്ച് ആൾക്കാർക്ക് അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഉമ്മ നാട്ടിൽ ഒരു അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് ജാസ് പിക്കിൾസ് എന്നാണ്. അപ്പോൾ ഞാൻ ഇതുവരെ കഴിക്കാത്ത മുരിങ്ങയ്ക്ക അച്ചാർ ഉണ്ടായിരുന്നു അവിടെ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ ആ ജാസ് പിക്കിൾസിനെ കോൺടാക്ട് ചെയ്താൽ മതി, അവർ ഇന്ത്യയിൽ എവിടെയെങ്കിലും എത്തിച്ചു തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഒരു മണിക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഒരു 3-4 മണിയൊക്കെ ആകുമ്പോൾ സുഹൂർ കഴിക്കാൻ വേണ്ടിയിട്ട് ഏതോ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ കുറേ നേരം സംസാരിച്ചു. പിന്നെ ഒരുപാട് ലേറ്റായിട്ടാണ് റൂമിലേക്ക് തിരിച്ചു വന്നത്.